കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽപ്പെട്ട് മരിച്ച 24 മലയാളികളിൽ 20 പേരെയാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതിൽ 6 പേരും പത്തനംതിട്ട സ്വദേശികളാണ്. നമുക്കൊപ്പം CK അഭിലാൽ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭി, ഓരോരുത്തരുടെ ജീവിതവും അടുത്തറിയുമ്പോൾ അത്രമേൽ വേദനയാണ്. പലരും ജീവിതം, കുടുംബക്കാരെ, മക്കളെയൊക്കെ ഒരു നല്ല നിലയിലാക്കാൻ വേണ്ടി എത്രയോ വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. സ്വപ്ന വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ അഡ്മിഷനായി പലരും നാട്ടിലേക്ക് അടുത്ത ആഴ്ചയൊക്കെ വരാൻ എല്ലാ തയ്യാറെടുപ്പുകളും എടുത്ത ആളുകളാണ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാതാവുന്നത്. പത്തനംതിട്ട സ്വദേശികളായ 6 പേർക്കാണ് ഈ അപകടത്തിൽ ജീവഹാനി നേരിട്ടത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ആദ്യ വിവരം പുറത്തു വരുന്നത്. പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണ സ്വദേശി ആകാശ് എസ് നായരുടെ മരണമാണ് ആദ്യം സ്ഥിരീകരിക്കപ്പെട്ടത്. 31 വയസ്സുകാരനായ അദ്ദേഹം 8 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. അവിവാഹിതനാണ്. ഈ ഓണക്കാലത്ത് നാട്ടിൽ എത്തണം എന്നുള്ള ആഗ്രഹം കുടുംബാംഗങ്ങളോട് പ്രകടിപ്പിച്ചിരുന്നു. അവിവാഹിതനായതിനാൽ തന്നെ ഇക്കുറി വരുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തണമെന്നുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹ ആലോചനകൾ ബന്ധുക്കൾ തുടങ്ങി വെച്ചിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ മരിച്ചുപോയി. അമ്മ ശോഭ മെഡിക്കൽ ഷോപ്പിൽ ജീവനക്കാരിയായി പ്രവർത്തിച്ചു വരികയാണ്. സമീപകാലത്താണ് ഒരു പുതിയ വീട് നിർമ്മിച്ചത്. ഏക സഹോദരി വിവാഹിതയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം. രണ്ടാമത് ഏറെക്കുറെ 8 മണിയോടുകൂടിയാണ് വാഴമുട്ടം ഈസ്റ്റ് സ്വദേശി മുരളീധരൻ നായർ എന്ന 62-കാരൻ്റെ മരണം സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് ലഭ്യമാകുന്നു. അദ്ദേഹം 32 വർഷ കാലയളവായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് നാട്ടിൽ വന്ന് മടങ്ങിയത്. 62 വയസ്സ് പ്രായം കഴിഞ്ഞു എന്നതിനാൽ തന്നെ ഇനി കുടുംബത്തോടൊപ്പം ജീവിക്കണം, കുവൈറ്റിലേക്ക് ഇനി പോകുന്നില്ല, ഇത് ഏറെക്കുറെ അവസാനത്തെ ഒരു യാത്രയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം 10-ാം തീയതി കടന്നുപോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അറം പറ്റിയതുപോലെ സംഭവിച്ചു എന്നുള്ളതാണ് ബന്ധുക്കൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ വലിയ സങ്കടമായി പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ് ഉള്ളത്. മകൾ വിവാഹിതയാണ്. മകൻ പഞ്ചാബിൽ ജോലി ചെയ്തു വരുന്നു. സാമ്പത്തികമായി മോശമല്ലാത്ത ചുറ്റുപാട് 32 വർഷ കാലയളവിലെ പ്രയത്നം കൊണ്ട് അദ്ദേഹത്തിന് സമ്പാദിച്ച് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ആൾ നഷ്ടപ്പെടുന്നു, അതിൻ്റെ ആഘാതം ചെറുതുമല്ല. രാത്രി 9 മണിയോടുകൂടിയാണ് പത്തനംതിട്ട വെട്ടൂർ അട്ടച്ചാക്കൽ സ്വദേശിയായ സജു വർഗീസിൻ്റെ മരണം സംബന്ധിച്ച വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. 21 വർഷ കാലയളവായി അദ്ദേഹം കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. കമ്പനി ഉടമ KG എബ്രഹാമിൻ്റെ ബന്ധു കൂടിയാണ്. സജുവിൻ്റെ ഭാര്യ ബിന്ദുവിൻ്റെ ബന്ധുവാണ് KG എബ്രഹാം എന്നുള്ള ആൾ. അങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടേക്ക് ജോലി ലഭ്യമായത്. 2 പെൺമക്കളാണുള്ളത്. മൂത്ത മകൾ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കഴിഞ്ഞ +2-നാണ് രണ്ടാമത്തെ പെൺകുട്ടി ഉന്നത വിജയം നേടിയത്. അവരുടെ തുടർ പഠന ആവശ്യത്തിനായി നാട്ടിൽ എത്താൻ വേണ്ടിയിരിക്കുന്ന വേളയിലാണ് സജു വർഗീസിൻ്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. നിന്നിടത്തു നിന്നുള്ള മരണം ഇന്ന് രാവിലെയാണ് ഔദ്യോഗികമായി ബന്ധുക്കൾക്ക് ലഭ്യമാകുന്നത്. നിരണം സ്വദേശിയായിട്ടുള്ള തോമസ് സി ഉമ്മൻ എന്ന 37-കാരൻ്റെ മരണം വലിയ ആഘാതമാണ് ആ നാട്ടിലെ ആളുകൾക്കും അതോടൊപ്പം തന്നെ ബന്ധുജനങ്ങൾക്കുമൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. 6 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. 5 വർഷമായി ഈ കമ്പനിയിൽ ക്വാളിറ്റി ചെക്കർ എന്നുള്ള സ്ഥാനത്ത് ജോലി ചെയ്ത് വരികയായിരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നാട്ടിൽ വരണം എന്നുള്ള താല്പര്യം ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ടുള്ളത്. മാത്യു തോമസ് എന്ന ആൾ നിരണം സ്വദേശിയാണെങ്കിൽ പോലും ഭാര്യയുടെ വീടായ പാണ്ടനാടാണ് വീട് വെച്ച് താമസിച്ചു വരുന്നത്. അദ്ദേഹത്തിന് പരിക്കുപറ്റി ചികിത്സയിൽ ആയിരുന്നു എന്നുള്ളതായിരുന്നു ബന്ധുക്കൾക്ക് ലഭ്യമായിരുന്ന വിവരം. പക്ഷേ ഔദ്യോഗികമായി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു അത്യാഹിത സംഭവം ഉണ്ടായിട്ടുള്ളത് പത്തനംതിട്ട മല്ലപ്പള്ളി താലൂക്ക് പരിധിയിൽ വരുന്ന കീഴ്വായ്പൂർ നെയ്ത്തലപ്പടി എന്ന സ്ഥലത്ത് ആണ്. 31 വയസ്സുള്ള സിബിൻ ടി എബ്രഹാമാണ് മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യം പരിശോധിച്ചാൽ കഴിഞ്ഞ 10 മാസത്തിനിടെ ആ കുടുംബത്തിൽ 3 മരണങ്ങൾ ഇതോടുകൂടി സംഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത്. പിന്നീട് ജനുവരിയിൽ ഭാര്യാമാതാവിന് മരണം സംഭവിച്ചിരുന്നു. ആ ഘട്ടത്തിൽ എത്തിയ വേളയിൽ കുഞ്ഞിൻ്റെ മാമോദീസ ചടങ്ങ് കൂടി സംഘടിപ്പിച്ച ശേഷമാണ് മടങ്ങിയത്. അടുത്ത മാസം കുഞ്ഞിൻ്റെ 1-ാം പിറന്നാളാണ്. ആ വേളയിൽ നാട്ടിലെത്തണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ മകനെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അച്ഛനും അതോടൊപ്പം തന്നെ ബന്ധുക്കളുമൊക്കെ തന്നെ കാത്തിരുന്ന വേളയിലാണ് തീർത്തും അപ്രതീക്ഷിതമായ അപകടവും അതോടൊപ്പം തന്നെ മരണവും സംഭവിച്ചിട്ടുള്ളത്. ശരി അഭി.